നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുന്ന കോഴ്സ് എന്ന് പറയുന്നത് എയർക്രാഫ്റ്റ് മാർഷലിംഗ് എന്ന് പറഞ്ഞ കോഴ്സാണ്. ഓക്കെ, എയർക്രാഫ്റ്റ് മാർഷലിംഗ് ആൻഡ് റാംപ് ഹാൻഡ് സിഗ്നൽസ്. എല്ലാവർക്കും നമസ്കാരം. ഏവിയേഷൻ മൈൻഡ്സിൻ്റെ ഒരു പുതിയ എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ഒരു ഇൻട്രോ പോലെ പറഞ്ഞിരുന്നു. അപ്പോൾ IATA കോഴ്സിൽ നമുക്ക് ഏറ്റവും വേഗം പഠിക്കാവുന്ന അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാവുന്നത്, നിങ്ങൾക്ക് തനിയെ പഠിക്കാവുന്നത്, ഏറ്റവും കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും മിനിമം കോസ്റ്റിൽ നിങ്ങൾക്കൊരു IATA സർട്ടിഫിക്കറ്റ് എങ്ങനെ എടുക്കാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തുടങ്ങിയത്. അപ്പം വെച്ച് താമസിപ്പിക്കാതെ അടുത്ത വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, എങ്കിൽ പോലും ആ വീഡിയോ കാണാത്തവർക്കായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഒന്ന് പറയുകയാണ് എങ്ങനെയാണ് IATA വെബ്സൈറ്റ് എടുക്കുന്നത് അല്ലെങ്കിൽ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് എടുക്കുന്നത്. IATA.org എന്നാണ് IATA വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ്. അതിൽ തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ നമ്മൾ ട്രെയിനിങ് എന്ന് പറയുന്ന സെക്ഷൻ എടുക്കണം. ഓക്കെ, ആ ട്രെയിനിങ് എന്ന് പറയുന്ന സെക്ഷനിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആവും. ഞാൻ നമ്മുടെ ഈ സൈഡിൽ അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിനി എന്നെ ശ്രദ്ധിക്കുന്നതിൽ കൂടുതൽ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, അവിടെ എന്താണ് കാണുന്നതെന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ ഇൻഡസ്ട്രി സെക്ടർ എന്ന് പറയുന്നത് എയർപോർട്ടാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ലെവൽ എന്ന് പറയുന്നത് എൻട്രി ലെവലാണ്. അതുപോലെ ഡെലിവറി മെത്തേഡ് സെൽഫ് സ്റ്റഡിയാണ്. ഓക്കെ, ലാംഗ്വേജ് നിങ്ങൾ ചൂസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, ബട്ട് ഇംഗ്ലീഷ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക് അല്ല, നമ്മൾ ടിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ഇടുമ്പോഴത്തേന് താഴേക്ക് ഒരു 17 ലിസ്റ്റ് കാണിക്കുന്നുണ്ട്. അത് 17 കോഴ്സസിൻ്റെ ലിസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പം അത് ഏതൊക്കെ കോഴ്സാണ് നമുക്ക് അത്യാവശ്യമുള്ളതെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ഞാൻ ഐ ബട്ടണിൽ നമ്മുടെ അതിൻ്റെ ഒരു ലിങ്ക് കൊടുത്തേക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുന്ന കോഴ്സ് എന്ന് പറയുന്നത് എയർക്രാഫ്റ്റ് മാർഷലിംഗ് എന്ന് പറഞ്ഞ കോഴ്സാണ്. ഓക്കെ, എയർക്രാഫ്റ്റ് മാർഷലിംഗ് ആൻഡ് റാംപ് ഹാൻഡ് സിഗ്നൽസ്. കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ ഒന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഗൂഗിളിലും സെർച്ച് ചെയ്യുക. എന്നിട്ട് അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു ഐഡിയ നമ്മൾ തന്നെ ഒന്ന് വരുത്തി വെക്കുക. അതിനുശേഷം വേണം നമ്മൾ കോഴ്സ് പഠിക്കാൻ തുടങ്ങാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് കോഴ്സിൻ്റെ കണ്ടൻറ്റിലേക്ക് പോകാം. നമ്മൾ കോഴ്സിൽ ക്ലിക്ക് ചെയ്തു, ഓട്ടോമാറ്റിക്കായിട്ട് അടുത്തൊരു ടാബിൽ ഓപ്പണായി. ഓക്കെ, ഇവിടെ നമ്മൾ എന്താണ് കോഴ്സ് എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. എയർക്രാഫ്റ്റ് മാർഷലിംഗ് ആൻഡ് റാംപ് ഹാൻഡ് സിഗ്നൽസ്. അത് ലേണിംഗ് കോഴ്സാണ്, പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലേണിംഗ് കോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ പഠിക്കാൻ പറ്റുന്നതാണ്. ഈ കോഴ്സ് 2 മാനുവൽസിനെ ബേസ് ചെയ്തുള്ളതാണ്. ഒന്ന് AHM എന്ന് പറയും, അത് എയർപോർട്ട് ഹാൻഡ്ലിംഗ് മാനുവൽ. അടുത്തതെന്ന് പറഞ്ഞാൽ IATA ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് മാനുവൽ, IGOM അല്ലെങ്കിൽ ഗ്രൗണ്ട് ഓപ്പറേഷൻസ് മാനുവൽ. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മെയിനായിട്ട് ഗ്രൗണ്ട് സപ്പോർട്ട് എക്യുപ്മെൻറ്റിനെ പറ്റിയൊക്കെ കൂടുതൽ പറയുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ താഴെ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. ഞാനത് പ്ലേ ചെയ്യുന്നില്ല. ഓക്കെ, കോഴ്സിൻ്റെ ഔട്ട്ലൈൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ IATA നിങ്ങൾക്ക് ഇമെയിലായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. ഓക്കെ, ഇതിൻ്റെ കോഴ്സ് കോഡ് പ്രത്യേകം ശ്രദ്ധിക്കുക, TALP-58. ഓക്കെ, TALP-58 എന്നാണ് ഈ കോഴ്സിൻ്റെ കോഡ്. നിങ്ങളത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ട്, പൈസ എന്ന് പറഞ്ഞാൽ ഡോളറിൽ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പോഴത്തേന് ഇവർ കോഴ്സിൻ്റെ പേര് ചോദിക്കുന്നതിനോടൊപ്പം നിങ്ങളെടുത്ത് കോഡ് ചോദിക്കും. കോഡ് കറക്റ്റായിട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു കോഴ്സിനായിരിക്കും പൈസ അടയ്ക്കുന്നത്. ഓക്കെ, ഞാൻ പൈസ അടയ്ക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഓൺലൈനിൽ നമ്മൾ ഡോളറായിട്ടാണ് പേ ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ അകത്ത് ഗ്രൂപ്പ് ഡിസ്കൗണ്ട്സ് ഉണ്ട്. മിനിമം 30 പേരോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ, മിനിമം 30 30+ യൂസേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ചെറിയൊരു ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. അത് മെയിനായിട്ട് കമ്പനീസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആയിരിക്കും അത് എടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ 30 പേര് ചേർന്ന് ഈ കോഴ്സ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന റേറ്റ്, ഞാൻ ഇനി താഴെ പറയാൻ പോകുന്ന റേറ്റിനെക്കാട്ടും ഡിസ്കൗണ്ടിൽ കിട്ടും. ഓക്കെ, പിന്നെ വേറൊരു ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് റാം ഹാൻഡ്ലിംഗ് എസെൻഷ്യൽ ബണ്ടിൽ. അത് ഒരുമിച്ച്, അത് കുറേ കോഴ്സുകൾ ചേർന്ന് ഒരു ബണ്ടിൽ കോഴ്സ്. ഇതാണ് എന്താ പറയുന്നത്, ബണ്ടിലായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് വേറൊരു ഡിസ്കൗണ്ട് കിട്ടുന്നത്. ഓക്കെ, കോഴ്സിൻ്റെ ഫോമാറ്റ് എന്ന് പറഞ്ഞാൽ ലേണിംഗ് ആണ്, സെൽഫ് സ്റ്റഡിയാണ്. 45 മിനിറ്റ്സ് മതി ശരിക്കും പറഞ്ഞാൽ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ IATA നമുക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ 6 മാസം സമയം തരും. ഈ 6 മാസത്തിൻ്റെ അകത്ത് വെച്ച് നമ്മൾ എക്സാം പാസ്സായിരിക്കണം. ഓക്കെ,
വാലിഡിറ്റി ഞാൻ പറഞ്ഞല്ലോ 6 മാസമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ റെക്കമെൻഡഡ് ലെവൽ എന്ന് പറയുന്നത് എൻട്രി ലെവലാണ്. അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റും ഉണ്ട്. അതായത് ജോലിക്ക് കയറി കഴിഞ്ഞ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോഴേ ഇത് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിന് മുന്നേ ജോലിക്ക് കയറുന്നതിന് മുന്നേ പഠിക്കാൻ പറ്റും. ഓക്കെ. പിന്നെ സ്റ്റുഡൻസ് പെർഫോമൻസ് വിൽ ബി ബേസ്ഡ് ഓൺ എക്സാമിനേഷൻ. സിമ്പിൾ, എക്സാം ബേസ്ഡ് ആണ്. നമ്മൾ പാസ്സാണോ പാസ്സല്ലേ ഒന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. അത് എക്സാമിനേഷൻ എങ്ങനെയാണെന്നുള്ളത് താഴെ ഞാൻ പറയാം. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. രജിസ്ട്രേഷൻ ചെയ്യുന്നത് ഓൾ ലൊക്കേഷൻ എല്ലാം ഓൾ ഓവർ ദ വേൾഡ് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഈ കോഴ്സ് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷിലാണ് കോഴ്സ്. കോഴ്സിൻ്റെ ഫീ പെർ യൂസർ ഈസ് $70. ഒന്ന് ഓർത്ത് നോക്കിയോ, നമുക്ക് കോഴ്സിൻ്റെ ഫീ എന്ന് പറഞ്ഞാൽ $70 ആണ്. $70 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5,000 രൂപയ്ക്ക് അകത്തുള്ളൊരു കോഴ്സാണിത്. നിങ്ങൾക്ക് കിട്ടുന്നത് IATAയുടെ സർട്ടിഫിക്കറ്റാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ പല എയർലൈൻസിലും നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും അവിടെ IATA സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. പ്രത്യേകിച്ച് എയർ ഇന്ത്യ ചോദിക്കും. എയർ ഇന്ത്യ, അലയൻസ് എയർ ഒക്കെ ആണെങ്കിൽ IATA സർട്ടിഫിക്കറ്റ് ഒരു മാൻഡേറ്ററി തിങ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഒരു പ്രിവിലേജ് കിട്ടുന്ന സംഭവമായിട്ട് അവർ ചോദിക്കുന്നുണ്ട്. ഓക്കെ. അപ്പം $70 നിങ്ങൾക്കൊരു IATA സർട്ടിഫിക്കറ്റ്. ഓക്കെ. $70 ഇപ്പോഴത്തെ റേറ്റാണ്. ഞാൻ ഏകദേശം ഒരു 5,000 എന്ന് പറഞ്ഞത്. 5,000-ന് താഴെ നിൽക്കും. ഓക്കെ. വാട്ട് യു വിൽ ലേൺ. അടുത്ത ഇതിലേക്ക്, ഒരു ടോപ്പിക്കിലേക്ക്, അല്ലെങ്കിൽ അടുത്ത ഒരു ഹെഡിങ്ങിലേക്ക് പോവാണ്. അവിടെ നമ്മൾ മെയിനായിട്ട് എഫിഷ്യൻറ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഗ്രൗണ്ട് പേഴ്സണൽ ആൻഡ് കോക്പിറ്റ് ക്രൂ. ഓക്കെ. ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഓഫീസർ, അതല്ലെങ്കിൽ സെക്കൻഡ് ഓഫീസർ, ഓക്കെ, ഇവരുമായിട്ടോ താഴെ നിൽക്കുന്നവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെ. ഓക്കെ. അതിൻ്റെ ഒരു ബേസിക് ഡീറ്റെയിൽസ് മാത്രം അവർ പഠിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ. അതുപോലെ ഹാൻഡ് സിഗ്നൽസ് അല്ലെങ്കിൽ ആം സിഗ്നൽസ് എന്ന് പറയുന്നത്, അത് എയർക്രാഫ്റ്റ് മൂവ് ചെയ്യുമ്പോൾ, മനോവർ ചെയ്യുമ്പോഴത്തേന് എന്തൊക്കെയാണ് ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഓക്കെ. അത് പ്രത്യേകിച്ച് പഠിക്കേണ്ടതുണ്ട്. അപ്പം അതെങ്ങനെയാണെന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ മെസ്സേജ് എങ്ങനെയാണ്, അതായത് സിഗ്നൽസ് വഴി എന്തൊക്കെ മെസ്സേജ് കൊടുക്കാൻ പറ്റും. അപ്പം ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അത് നിങ്ങളത് പഠിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ. പിന്നെ കോഴ്സിൻ്റെ കോണ്ടൻറ്റ് ഞാൻ പറഞ്ഞല്ലോ, സിഗ്നൽസ്, അത് ഗ്രൗണ്ട് സപ്പോർട്ട് എക്യുപ്മെൻറ്റ് ഉപയോഗിക്കുന്ന ഒരാൾ, അതുപോലെ അവർക്ക് സിഗ്നൽസ്, അല്ലാതെ എയർക്രാഫ്റ്റിൻ്റെ കോക്പിറ്റ് ക്രൂവിൻ്റെ സിഗ്നൽസ് എങ്ങനെയാണെന്നുള്ളത്, അതെല്ലാം ഹാൻഡ് സിഗ്നൽസ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബീക്കൺ യൂസ് ചെയ്യും. ഓക്കെ. മാർഷൽ ചെയ്യുന്ന എങ്ങനെയാണ്, ടെക്നിക്കൽ സർവീസിങ്, ഹാൻഡ് സിഗ്നൽസ്, ഗ്രൗണ്ട് സ്റ്റാഫ് ടു ഫ്ലൈറ്റ് ക്രൂ. ഓക്കെ. അതിൻ്റെ ഞാൻ ഈ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും വരുന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഹൂ ഷുഡ് അറ്റൻഡ്, ആരാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ. അവിടെയാണ് നമ്മുടെ മെയിൻ സംഭവം. ഓക്കെ. ഇവിടെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, റാമ്പിൽ ജോലി ചെയ്യുന്നവർ, അതുപോലെ തന്നെ എയർക്രാഫ്റ്റ് റിസീവ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് സെൻഡ് ഓഫ് ചെയ്യുന്നവർ, ഓഫ് ചെയ്യുന്നവർ. ഓക്കെ. അവരൊക്കെയാണ് ഇത് പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ. അപ്പം ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് എയർസൈഡ് ട്രാഫിക് പേഴ്സണൽ. ഓക്കെ. അതാണ് ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് ഈസ് എയർക്രാഫ്റ്റ് മാർഷലേഴ്സ്. തേർഡ് തിങ് ഈസ് റാം സർവീസ് പേഴ്സണൽ. നാലാമതായിട്ട് കേറ്ററിംഗ് സ്റ്റാഫ്. ഓക്കെ. കേറ്ററിംഗ് എയർസൈഡ് ഡെലിവറി പേഴ്സണൽ. അത് മെയിനായിട്ട് കേറ്ററിംഗ് വെഹിക്കിൾ ഫ്ലൈറ്റിലേക്ക് വന്ന് അലൈൻ ചെയ്യുമ്പോൾ അത് ഒരാൾ മാർഷൽ ചെയ്യണമെന്ന് മസ്റ്റാണ്. ഓക്കെ. അതിന് വേണ്ടിയിട്ടാണ് കേറ്ററിംഗ് സ്റ്റാഫിന് ഇത് പഠിച്ചിരിക്കണമെന്ന് പറയുന്നത്. ഓക്കെ. എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ഓക്കെ. സർട്ടിഫിക്കറ്റ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ, അപ്പോൺ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ദ എക്സാം യു വിൽ ബി അവാർഡഡ് എ സർട്ടിഫിക്കറ്റ് ദാറ്റ് യു ക്യാൻ പ്രിൻറ്റ് ഫോർ യുവർ റെക്കോർഡ്സ്. അതായത് നമ്മൾ തന്നെ പ്രിൻറ്റ് ചെയ്യുവാണ്. അപ്പോൾ അതൊരു സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളത് പ്രിൻറ്റ് ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ്. നമ്മൾ നോർമൽ പേപ്പറിൽ പ്രിൻറ്റ് ചെയ്യാതെ നല്ല കുറച്ച് കട്ടിയുള്ള സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന പോലത്തെ ഒരു പേപ്പറിൽ വേണം ഇത് പ്രിൻറ്റ് ചെയ്തെടുക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ചുമ്മാ ഒരു പേപ്പറിലായി കഴിഞ്ഞാൽ നമുക്കത് കീപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരും. നമുക്കത് നഷ്ടപ്പെടാനും ചാൻസ് ഉണ്ട്. ഓക്കെ. ലാസ്റ്റ് തിങ് ഈസ് എക്സാം ഇൻഫർമേഷൻ. എക്സാമിനേഷൻസ് എങ്ങനെയാണെന്നുള്ളത് ജനറൽ ഇൻഫർമേഷൻസിൻ്റെ ഒരു വലിയ നിര തന്നെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കി പഠിക്കേണ്ടതാണ്. എങ്കിലും ഞാൻ ഏറെക്കുറെ പറഞ്ഞുതരാം. ഇതിൻ്റെ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ നോൺ സൂപ്പർവൈസ്ഡ് ഓൺലൈൻ ബേസ്ഡ് എക്സാമാണ്. അതായത് സൂപ്പർവിഷൻ ഒന്നുമില്ല. നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത് എത്ര ക്വസ്റ്റ്യൻസ് എന്ന് താഴെ പറയുന്നുണ്ട്. 15 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് 30 മിനിറ്റ്സ് അവൈലബിലിറ്റി ഉണ്ട്. ഈ 30 മിനിറ്റ്സിൻ്റെ അകത്ത് വെച്ച് നമ്മൾ 15 ചോദ്യത്തിനും ആൻസർ കൊടുക്കുക. അതെല്ലാം മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. ഓക്കെ.
അതിൽ തന്നെ 80% കറക്റ്റ് ആൻസേഴ്സ് ആണെങ്കിലാണ് പാസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നോർമലി കേട്ടിട്ടുണ്ട് 80% ഉണ്ടെങ്കിൽ ഡെസ്റ്റിനേഷൻ ആണ്, പക്ഷേ ഇവിടെ 80% ആണ് പാസിംഗ് ഗ്രേഡ്. ഓക്കെ, നമുക്ക് 3 പ്രാവശ്യം എഴുതാനുള്ള, അതായത് ഈ 6 മാസത്തിൽ നമുക്ക് 3 പ്രാവശ്യം എഴുതാനുള്ള ചാൻസസ് IATA തരുന്നുണ്ട്. 80% താഴെയാണെങ്കിൽ നമുക്ക് 3 പ്രാവശ്യം എഴുതാമെന്ന് ഞാൻ പറഞ്ഞു. അത് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് 6 മാസത്തിൽ എപ്പോൾ വേണേലും എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം ഈ കോഴ്സിനെ കുറിച്ച് ഏകദേശം നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. ഞാൻ അതിൻ്റെ അകത്ത് ആൻസർ പറയാം. ഇത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ടതുണ്ടെങ്കിൽ അത് ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തു തരുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും എത്തിക്കുക. ഫ്രണ്ട്സിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞ് അവരോട് ചോദിക്കാൻ പറയുക. അപ്പോൾ വെച്ച് താമസിപ്പിക്കാതെ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നല്ലൊരു ദിവസം നിങ്ങൾക്കായി നേരുന്നു. അപ്പോൾ നന്ദി, നമസ്കാരം, ബൈ.